നമസ്തേ, ഞാൻ ശിവറാം ബാബുകുമാർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പറയുന്നത് ധനുരാശിയിൽ ജനിച്ചവരെ പറ്റിയാണ്. ആ രാശിയിൽ ജനിച്ച ആൾക്കാരുടെ ജൂൺ 15 മുതൽ ജൂലൈ 15 വരെയുള്ള കാലഘട്ടത്തിലെ ഫലങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. കൂടാതെ ഈ മാസത്തിലെ നല്ല കുറച്ച് കടമിടാനുള്ള മുഹൂർത്തങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്ക് പറ്റിയ നല്ല ദിവസങ്ങളും കൂടെ പറയുന്നുണ്ട്. വീഡിയോയുടെ അവസാനം വരെ കേൾക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. അപ്പോൾ ധനുരാശിയുടെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? മൂലം, പൂരാടം, ഉത്തരാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. ഇതാണ് ധനുരാശിയിൽ വരുന്നത്. ഗ്രഹസ്ഥിതി എങ്ങനെയാണ്? അനുകൂലമായി നിൽക്കുന്നത്. ശനി അനുകൂലമാണ്, ബുധനും ശുക്രനും അനുകൂലമാണെന്ന് വേണമെങ്കിൽ പറയാം. ശുക്രൻ അനുകൂലമാണ്. ഇതാണ് ഇത്രയും അനുകൂല സ്ഥിതി വളരെ കുറവാണ്. എങ്കിലും നമുക്ക് പറയാം ഇവരുടെ ഗുണദോഷ സമ്മിശ്ര ഒരു കാലഘട്ടമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഫൈനാൻഷ്യൽ പൊസിഷൻ നോക്കാം. 11ാം ഭാവാധിപൻ കേന്ദ്രത്തിലാണ്. അതേപോലെ തന്നെ 2ാം ഭാവാധിപൻ സ്ട്രോങ് ആണ്. അതുകൊണ്ട് പൈസ ധനപരമായി വലിയ പ്രയാസങ്ങൾ ഉണ്ടാകില്ല. പ്രൊഫഷണലായിട്ടും വലിയ കുഴപ്പങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം എങ്ങനെയാണോ നടക്കുന്നത് അതിനേക്കാളും കുറച്ചുകൂടി ഡള്ളായിരിക്കും. എന്ന് വെച്ചാൽ ചുരുക്കി പറയാം, നമുക്ക് ദൂരദേശത്തു നിന്ന് വരാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫോൺ കോളോ കമ്മ്യൂണിക്കേഷൻ വരാൻ ലേറ്റാവും. കറക്റ്റ് സമയത്ത് വന്നെന്ന് വരില്ല. അപ്പോൾ കുറച്ച് ടെൻഷൻ തരും. അതാണ് ഇതിൽ വരാവുന്ന ഒരു കാര്യം. പിന്നെ മറ്റുള്ളവരായിട്ടൊക്കെ നമ്മൾ പ്രൊഫഷണലായിട്ട് സംസാരിച്ചൊക്കെ വച്ചിരുന്നത് ഇപ്പോൾ അവർ വാക്ക് പാലിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ലേറ്റാവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ഡിലേസ് ഉണ്ടാകും. അതാണ് പ്രൊഫഷണലായിട്ട് വരാൻ പോകുന്ന രവിയുടെ പൊസിഷൻ വെച്ചിട്ട് പ്രൊഫഷണലായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ ഇതായിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, ജനറലായിട്ട് പ്രൊഫഷണലായിട്ട് നമ്മൾ വേറെ ഒരു റിസ്ക് ഒന്നും എടുക്കാതെ മര്യാദയ്ക്കൊക്കെ ഇപ്പോൾ ഉള്ള പോലെ അങ്ങ് പോയാൽ മതി. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കണ്ട. ആരെയും അങ്ങോട്ട് ഭരിക്കാനൊന്നും പോകണ്ട. കാര്യം ഇപ്പോൾ 5ൽ ശനി, 3ൽ ശനിയൊക്കെ നിന്നിട്ടൊരു സാഹസ മെൻറ്റാലിറ്റി കൂടെ തോന്നും. അതങ്ങനെ ചെയ്താലും അവരുടെ എണ്ണം പൊട്ടിച്ചാലോ അല്ലെങ്കിൽ അങ്ങോട്ട് പോയാലോ ഇങ്ങോട്ട് പോയാലോ തോന്നും. അതിനൊന്നും പോകാതെ വരെയൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകാം. അതുപോലെ തന്നെ ദമ്പതിമാർക്കെല്ലാം അനുകൂലമായ കാലഘട്ടമാണ്. അവർക്കൊന്ന് ഒന്ന് കൂടുതലായിട്ടൊന്ന് റിസ്ക് എടുത്താൽ കൊള്ളാതൊക്കെ തോന്നും. കാര്യം ശുക്രനും ബുധനും രവിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ചൂട് പ്രകൃതമൊക്കെ തോന്നും. അപ്പോൾ നിങ്ങളുടെ ദമ്പതിയോട്, ഭാര്യയോടോ ഭർത്താവിനോടോ പ്രണയക്കാരനോടോ ചൂടായി സംസാരിക്കുകയായിരിക്കും. കാര്യം നിങ്ങളുടെ സൈൻ എന്ന് പറയുന്നത്, ധനു എന്ന് പറയുന്നത് സ്വല്പ ചൂടുള്ള രാശിയാണ്. ആ ചൂട് പ്രവർത്തനം ഈ മാസം കാണിക്കാതിരിക്കുക. കാണിച്ചാൽ നമുക്ക് തിരിച്ച് അത് നമ്മൾ കാണിക്കേണ്ട ലെവലിൽ ഇങ്ങോട്ട് അതേപോലെ ചിലപ്പോൾ തിരിച്ച് കിട്ടിയെന്നും വരും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ വളരെ കുഴപ്പമില്ലാതെ ഈ ദമ്പതിമാരും ഇവർക്ക് മറ്റുള്ളവരായിട്ടുള്ള പെരുമാറ്റമൊക്കെ കറക്റ്റാവും. ഇത് തന്നെയാണ് സെയിൽസ് ഫീൽഡും ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്നവർക്കും എല്ലാം വരാൻ പോകുന്നത്. കസ്റ്റമർ റിലേഷൻ കുറച്ച് സൂക്ഷിക്കണം. ഇപ്പോഴത്തെ ഹ്യൂമാനിറ്റേറിയൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം. പിന്നെ കുട്ടികളും കുറച്ച് ടെൻഡൻസി ഒക്കെ എടുക്കും. ഒന്ന് റിസ്ക് എടുത്താൽ കൊള്ളാമെന്നൊക്കെ തോന്നും. രണ്ടെണ്ണം ഓടിയാലും ഒക്കെ കൊള്ളാമെന്ന് തോന്നും. അവർക്ക് ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഉണ്ടാകാതെ സൂക്ഷിക്കണം. വീഴാനും കാലും മുറിയാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് അല്ലേ പറയാനുള്ളത്. അതുകൊണ്ട് മുതിർന്നവർക്കും ഈ കാല് പൊട്ടാനോ പിടിക്കാനോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇടുപ്പ് വേദനയൊക്കെ ഉണ്ടാവും, നടുവേദന ഉണ്ടാവും. ഇതൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. അതെല്ലാ വിഭാഗം ആൾക്കാർക്കും കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പൊതുവേ പറയുകയാണെങ്കിൽ 7ലെ രവിയുടെ ദൃഷ്ടികളുണ്ട്. പൊതുവെ മറ്റുള്ളവരോട് ചൂടാവാനുള്ള പ്രകൃതം, സാഹസിക മെൻറ്റാലിറ്റിക്ക് പോകാനുള്ള കാരണങ്ങളൊക്കെ അതിനൊക്കെയുള്ളൊരു ആഗ്രഹം ഉടലെടുത്തുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കുക. പിന്നെ ഈ വണ്ടിയൊക്കെ കൊണ്ടുപോകുന്നവർ 7 രവിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് ട്രാഫിക് പോലീസുകാർ പിടിച്ചിട്ട് പിഴ അടിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു വേണം. പിഴയൊക്കെ അടിച്ചെന്ന് വരും. അല്ലെങ്കിൽ GST സമയത്ത് ടാക്സ് അടയ്ക്കാത്തതിൻ്റെ നോട്ടീസ് വരാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം. പിന്നെ ജൂലൈ 5 തീയതി കർത്തവാണ്. ആ സമയത്തൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവാം. ആർത്തവ സംബന്ധമായ അസുഖങ്ങളോ പിന്നെ മൈഗ്രെയിനോ ഒക്കെ ഉള്ളവർക്കെല്ലാം കൂടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ടെമ്പററി ആണെന്ന് കണ്ട് അതിനുള്ള മെഡിക്കേഷൻ എടുത്താൽ മതി. ഒരുപാട് സീരിയസ്നെസ് അതിന് കൊടുക്കണ്ട. ഇനി ഞാൻ ജൂൺ മാസത്തിലെ കുറച്ച് നല്ല ദിവസങ്ങൾ പറയാം. ജൂൺ മാസത്തിൽ നമുക്ക് എന്തെങ്കിലും കരാറുകൾ ഒപ്പിടാനോ, വാഹനം മേടിക്കാനോ, മേലധികാരിയെ കാണുന്നതിനോ, ഇൻ്റർവ്യൂ സെറ്റപ്പ് ചെയ്യുന്നതിനോ, സെയിൽസ് ആൾക്കാർക്ക്, മുതിർന്ന ആൾക്കാരെ കാണാനോ ഒക്കെ ഉള്ളൊരു നല്ല ഡേറ്റുകൾ പറയാം. 15, 16, 17, 19, 22, 23, 26, 27. 15, 16, 17, 19, 22, 23, 24, 23, 26, 27. ഈ ദിവസങ്ങൾ ഈ മാസം കുഴപ്പമില്ലാത്ത ദിവസങ്ങളാണ്. അടുത്ത മാസം ജൂലൈയിലാണെങ്കിൽ 3, 12, 13, 14, 15. 3, 12, 13, 14, 15 ഈ ദിവസങ്ങളും കൊള്ളാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് മുഹൂർത്തങ്ങളാണ്. ഇടം വിടാനുള്ള മുഹൂർത്തങ്ങളാണ്.
നമുക്കറിയാം, ഞാൻ എൻ്റെ വിശദമായ ഇതിലേക്ക് പോകുന്നില്ല എന്താണ് എൻ്റെ കാരണം. കാരണം ഞങ്ങൾക്ക് മുൻ വീഡിയോകളിലൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. മുഹൂർത്തങ്ങൾ മാത്രം പറയാം. ഈ സമയത്ത് നിങ്ങൾ ഓൺലൈനായിട്ടോ നേരിട്ടോ ഒക്കെ പൈസ കൊടുക്കാനുള്ള ആൾ കുറച്ചെങ്കിലും കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ലോൺ തീർന്നു കിട്ടും, കടങ്ങൾ തീർന്നു കിട്ടുമെന്നാണ് ആചാര്യം പറയുന്നത്. അത് ജൂൺ മാസം, ഈ മാസം 15-ാം തീയതി രാവിലെ 8:30-നും 10 മണിക്കും മധ്യമുള്ള മുഹൂർത്തം വളരെ നല്ലതാണ്. രാവിലെ 8:30-നും 10-നും മധ്യേ. 20 വ്യാഴാഴ്ച 4:15-നും 5:30-നും മധ്യമുള്ള സമയവും വളരെ അനുകൂലമാണ്. ഈ മാസം 20-ാം തീയതി. ശനിയാഴ്ച 22-ാം തീയതി 8 മണിക്കും 9:30-നും മധ്യമുള്ള സമയവും കൊള്ളാം. 22 ശനിയാഴ്ച രാവിലെ 8-നും 9:30-നും മധ്യേ. 25 ചൊവ്വാഴ്ച 12-നും 1:30-നും മധ്യമുള്ള സമയം വളരെ അനുകൂലമാണ്. 25 ചൊവ്വാഴ്ച 12-നും 1:30-നും. 29 ശനിയാഴ്ച രാവിലെ 7:30-നും 9 മണിക്കും മധ്യമുള്ള സമയം വളരെ അനുകൂലമാണ്. ജൂലൈ 6-ാം തീയതി ശനിയാഴ്ച രാവിലെ 7 മണിക്കും 8:30-നും മധ്യമുള്ള സമയം കൊള്ളാം. 9-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1-നും 3:30-നും മധ്യമുള്ള സമയമൊക്കെയാണ്. 13-ാം തീയതി ശനിയാഴ്ച 2 ദിവസമുണ്ട്. ജൂലൈ 13-ന് 2 സമയമുണ്ട്. രാവിലെ 6:30, രാവിലെ 6:30-നും 8 മണിക്കും മധ്യമുള്ള സമയം കൊള്ളാം. ഉച്ചയ്ക്ക് 1 മണിക്കും 2:30-നും മധ്യമുള്ള സമയവും വളരെ അനുകൂലമാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ കുറച്ചെങ്കിലും എമൗണ്ടുകൾ കൊടുത്ത് കടം വിടാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക. ഒന്നും പറയാനില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ധനുരാശി ജനിച്ചവർ അധികം സാഹസിക പ്രവർത്തനങ്ങളൊന്നും മര്യാദയൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോയി കഴിഞ്ഞാൽ ഈ മാസം വളരെ ഭംഗിയായിട്ട് തരണം ചെയ്യാൻ പറ്റും എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലവരായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.